ബിബീഷ് എത്രയിൽ പഠിക്കുമ്പോൾ അനിയനുണ്ടായി? +1. അത് കോമഡി ആയിരിക്കുമല്ലോ. ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കൂലേ? അമ്മ എൻ്റെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു. അപ്പോൾ ഫുൾ ക്ലാസ് കളിയാക്കുമായിരുന്നു. അപ്പോൾ എനിക്കത് കത്തിയില്ല. വീട്ടിൽ ചെന്നപ്പോൾ അച്ഛനമ്മയ്ക്ക് എന്തൊക്കെയോ വ്യത്യാസം. എന്നോട് ഭയങ്കര നൈസ്. ഹായ്, ചിക്കനാ ഇന്നെന്താ സ്പെഷ്യല്? സ്പെഷ്യലൊന്നുമില്ല. നീ ഇന്ന് ഞങ്ങളുടെ കൂടെ കിടന്നോ? ലൈറ്റ് ഓഫ് ചെയ്യണില്ലേ? എടാ, അമ്മ പ്രഗ്നന്റ് ആടാ. അതാണ് ആ മുതൽ. അയ്യടാ, ചേട്ടന്റെ അതേ ചായ ഇതിനെ കാണാൻ ജാക്കി ചാനെ പോലെ ഉണ്ട്. ഓ പിന്നെ ജാക്കി ചാന് ബിബീഷിനെ കാണും ക്യൂട്ടാവൻ. അതാ തടിയുടെ. പക്ഷെ അവനൊരു ലക്കി ചാമായിരുന്നു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അച്ഛന് LICയിൽ പ്രൊമോഷൻ കിട്ടി. അമ്മയ്ക്കൊരു നടുവേന ഉണ്ടായിരുന്നു. അത് ആഫ്റ്റർ പ്രസവം മാറി. പിന്നെ ഞാൻ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ചെയ്തു. +2-ലെത്തി. നൈസ്. +2 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. ബസ് വന്ന് ബൈക്കിലിടിച്ചു. അച്ഛൻ ഹെൽമെറ്റ് വെക്കാറില്ലായിരുന്നു. എൻ്റെ മോഡൽ എക്സാം ബ്രേക്ക് ചെയ്തുകൊണ്ട് എന്നെ വിളിച്ചോണ്ട് പോകുന്നു. അച്ഛന് സീരിയസ് ആണെന്ന് പറഞ്ഞു. അച്ഛന് കുഴപ്പമില്ല, പേടിക്കണ്ട എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഒരു +2കാരൻ്റെ ബുദ്ധി വെച്ച് എനിക്ക് മനസ്സിലായി. അച്ഛൻ മരിച്ചു. എൻ്റെ സ്കൂൾ ബാഗിൽ എപ്പോഴും വീടിനൊരു എക്സ്ട്രാ കീ ഉണ്ടാവായിരുന്നു. കറക്റ്റ് അന്നത്തെ ദിവസം അത് കാണാനില്ല. അമ്മ ഹോസ്പിറ്റലായതുകൊണ്ട് എന്നെ അപ്പുറത്ത് വീട്ടിക്കൊണ്ടിരുത്തി. അവിടുത്തെ എൻ്റെ ഒരു വൃത്തിയായിട്ട സ്ക്വാഷ് കുടിക്കാൻ തന്നു. ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓക്കാനും വരും. അതിനകത്ത് അച്ഛനായിരിക്കും എന്ന് വിചാരിച്ചെന്നാ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ ബോഡിയാണ്. അച്ഛനും അമ്മ അവനെ പോളി കൊടുക്കാൻ പോയത്. അപ്പോഴാണ് ബസ് വന്നിരിക്കുന്നത്. ഈ ഭ്രാന്തി വരുന്ന എക്സാക്ട് മൊമെന്റ് എനിക്കറിയാം. ആദ്യം ഒരു തണുപ്പ് വരും, ബോഡിയൊക്കെ വരയ്ക്കാൻ തുടങ്ങും. എന്തൊക്കെയോ പിച്ചും പേയൊക്കെ വിളിച്ചോണ്ട് ഇരിക്കാൻ തോന്നുന്നു. അന്ന് എന്തൊക്കെയാ പറഞ്ഞ് എനിക്ക് ഒരു ഐഡിയ ഇല്ല. അമ്മ അതിലെന്തിനാ കയറി പോണേ? നമുക്ക് ഓട്ടോ പിടിക്കാം. അപ്പോഴേക്കും ഒരു താടി വെച്ച ചേട്ടൻ വന്നു അവനെ കൊണ്ട്. കയ്യിലൊക്കെ എന്തോ പ്ലാസ്റ്ററൊക്കെ ഉണ്ട്. അവനെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു, ശരിക്കും കരഞ്ഞു. പക്ഷെ കരഞ്ഞ സന്തോഷം കൊണ്ടാണ്. ഒരാളെങ്കിലും ബാക്കി വെച്ചില്ല. എന്നിട്ട് ഞാൻ അവനെ എടുത്ത് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയി കിടന്നു. അവസാനമായി ഞങ്ങൾ 4 പേര് ഒന്നിച്ചിറങ്ങിയത് അന്നാണ്.